നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മാർച്ച് മാസത്തെ ഉത്രാടം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നത് ധനുക്കൂറിലും ശേഷം 45 നാഴിക വരുന്നത് മകരക്കൂറിലുമാണ്. അപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ച് 7-ൽ വ്യാഴം ഉള്ളത് കൊണ്ട് നല്ല ദൈവാധീനമുണ്ട്. എന്നാൽ പോലും അത്ര അനുകൂലമല്ലാതെ വീട് വിട്ട് നിൽക്കാനാണ് യോഗം. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് കലഹം പോലെയുള്ള പ്രശ്നങ്ങളോ വീട് കുടുംബ സ്വത്ത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, വഴി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ കുറച്ച് പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനാണ് യോഗം ഉള്ളതെങ്കിലും കർമാധിപതി സഹായസ്ഥാനത്തേക്ക് നേരം തൊഴിലുണ്ടാവും. തൊഴിൽ നേതൃസ്ഥാനത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കും. എന്നാൽ സഹായികളായിരിക്കുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, ഇവരുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നുക, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് തടസ്സങ്ങൾക്ക് യോഗമുണ്ട്. അപ്പോൾ വിഷ്ണു ക്ഷേത്രം നെയ്വിളക്ക്, ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള വഴിപാട് ചെയ്യണം. അതേപോലെ തന്നെ ശനീശ്വരൻ നീരാഞ്ജനം, ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക്, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട്, നാഗപൂജ, ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തടസ്സങ്ങളൊക്കെ മാറിയിട്ട് വലിയ ദോഷമില്ലാതെ അനുകൂലമായിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നതാണ്. എന്നാൽ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 45 നാഴികയിൽ ജനിച്ചവരും മകരക്കൂറിലാണ്. അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 6-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 6-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കാരണം വ്യാഴപ്പിഴവിൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും രക്ഷാസ്ഥാനത്ത് 4-ാം ഭാവാധിപതി നിൽക്കുന്നത് കാരണം കുടുംബസംബന്ധമായ സുഖം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. പക്ഷേ ലഗ്നത്തിൻ്റെ 2-ാം ഭാവത്തിൽ ചൊവ്വയോട് ചേർന്ന് രാഹുവാണ് നിൽക്കുന്നത്. നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നും. സുഹൃത്ത് വിരോധം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അത് മാത്രമല്ല, കണ്ണ്, ചെവി, മൂക്ക് മുതലായിട്ടുള്ള ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥകൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാനും നടുവേദന പോലെയുള്ള രോഗങ്ങൾക്കും യോഗമുള്ള ഒരു സമയമാണ്. അപ്പോൾ ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതിനോടൊപ്പം സഹായസ്ഥാനത്ത് നിൽക്കുന്നത് ലഗ്നാധിപതി മീനൻ രാശിയിലാണെങ്കിലും സൂര്യനോട് യോഗം ചെയ്ത് നിൽക്കുന്നതാണ് കുറച്ച് ഇടത്തിയാട്ടം കൂടാനായിട്ട് സാധ്യതയുണ്ട്. ലഗ്നാധിപതി ശുക്രനോട് യോഗം ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയുള്ളത് കാരണം കൊണ്ട് എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിക്കാനുള്ള യോഗമുണ്ട്. അതേപോലെ തന്നെ ജലജലധന ഭക്തം എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് കർമാധിപതി ലഗ്നാധിപതിയുടെ ആയിരുന്നു മീനൻ രാശി നിൽക്കുന്ന കാരണം കൊണ്ട് വിദേശ യാത്ര മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ വീട് വിട്ട് അന്യദേശത്ത് പോയിട്ട് തൊഴിലെടുക്കാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ്. എങ്കിൽ പോലും വ്യാഴപ്പഴിവിന് പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്ര നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങൾ, അതേപോലെ തന്നെ വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന മേൽപ്പറയപ്പെട്ട ഗുണങ്ങൾക്ക് സാധ്യതയുള്ളൂ. ധനനഷ്ടം വരാതിരിക്കുക, അതേപോലെ തന്നെ കളവ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഖാന്തരം ധനനഷ്ടത്തിന് യോഗമാണ്. നമ്മൾക്ക് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് അപ്രിയമായിട്ട് കളവ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് കേൾക്കാനിട വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള കുറച്ച് ദോഷമുള്ള സമയമാണ്. നല്ല പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ലഗ്നാധിപതി സൂര്യനോട് യോഗം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് കുറച്ച് എടുത്തിയാട്ടം കൂടും. എന്ത് കാര്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് ചിന്തിക്കാതെ തീരുമാനം എടുക്കുക. അതങ്ങനെ ഉള്ളത് കാരണം കൊണ്ട് സഹായികളുമായിട്ട്, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുമായിട്ട് കലഹം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് നീങ്ങുകയും എടുത്തിയാടി ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ സംസാരം, അപക്ഷ്യമായ വസ്തുക്കൾ ഉള്ളിച്ചെല്ല യോഗമുണ്ട്. അത് കാരണം കൊണ്ട് ഭക്ഷണമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.